മലയാള സിനിമയെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കണമെന്നഭ്യർത്ഥിച്ച് മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണെന്നും മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ സംഭവിച്ചത് എന്നും താരം പറഞ്ഞു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് ഉത്തരമില്ല എന്നും മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ എൻ്റെ പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി. അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. താൻ പവർ ഗ്രൂപ്പിൽപ്പെട്ടയാളല്ലെന്നും അങ്ങനെ അറിയുകയില്ല എന്നുമായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. താരസംഘടന അമ്മയെ കുറ്റപ്പെടുത്തുന്നവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ. തെരഞ്ഞെടുപ്പ് വരട്ടെ. എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തരുത് എന്നും മോഹൻലാൽ. അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്. ഒരു ഇലക്ഷൻ വെക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. ഇനി മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം. അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം. ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ എന്നല്ല. ദൈവീതം മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത്. വിവാദങ്ങളിലെ പ്രതികരണത്തിൽ നിന്ന് താൻ ഒളിച്ചോടിയിട്ടില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. വ്യക്തിപരമായ തിരക്കുകളിലായിരുന്നു എന്നും മോഹൻലാൽ പറഞ്ഞു. ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഇത്തരം എന്താ പറയേണ്ട ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ്. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കും. മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, മോഹൻലാൽ ഒളിച്ചോടിപ്പോയില്ല, പക്ഷേ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടി പോവുകയായിരുന്നില്ലേ? എന്തൊക്കെയാണ് ലാൽ പറഞ്ഞത്? വേണു, ഉറപ്പായും മോഹൻലാൽ എങ്ങും ഒളിച്ചോടി പോയില്ല എന്ന് മുഖവരിയോടെ കൂടിയാണ് തുടങ്ങിയതെങ്കിലും നമ്മൾ കണ്ട മോഹൻലാൽ, നമ്മൾ ഇത്രയും കാലം കണ്ട മോഹൻലാലിൻ്റെ സിനിമയിലല്ലാത്ത പുറത്തെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് ഇന്ന് കണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വല്ലാതെ ഈ വിഷയത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള പൊല്ലാപ്പുകളിൽ വല്ലാതെ ന്യായീകരിക്കാൻ പാടുപെടുന്ന ഒരു മോഹൻലാലിനെയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല പലതും വിചിത്ര ന്യായീകരണങ്ങളായിരുന്നു. ഈ പ്രസ് മീറ്റ് മോഹൻലാൽ തുടങ്ങിയത് തന്നെ എനിക്ക് മാധ്യമങ്ങളെ കണ്ട് ശീലമില്ല, തനിക്ക് മറുപടി പറയാൻ അറിയില്ല, അതുകൊണ്ട് എന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു മുൻകൂർ ജാമ്യത്തോടു കൂടിയായിരുന്നു ഈ പ്രസ് മീറ്റ് തുടങ്ങിയത്. പക്ഷേ എന്നിട്ട് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ആ ചോദ്യങ്ങളിൽ നിന്ന് മറുപടി പറയാൻ തയ്യാറാവാതെ മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നിർബന്ധിതമായി മറുപടി പറയേണ്ടി വന്നപ്പോഴും പലപ്പോഴും ന്യായീകരണങ്ങൾ നിരത്തുന്ന ഒരു ശ്രമത്തിലായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത്. അതും മലയാള സിനിമയുടെ അത്രയും തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ഒരു മോഹൻലാൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല മറുപടികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു സിനിമാ മേഖല ഒരു സമൂഹത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഈ പ്രശ്നങ്ങളുണ്ട്, അതിൽ ചെറുതായി സിനിമാ മേഖലയിലും ഉണ്ട് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആ നിലയിലുള്ള മറുപടി. രണ്ടാമത്തെ അതുപോലെയുള്ള ഒരു മറ്റൊരു മറുപടി എന്ന് പറയുന്നത്, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, പക്ഷേ ഇനി സംഭവിക്കാതിരിക്കാൻ നോക്കാമെന്നുള്ളതായിരുന്നു. ആ നിലയിലെ വിചിത്ര ന്യായങ്ങൾ മോഹൻലാൽ പറയുന്നത് കണ്ടു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒളിച്ചോടിപ്പോയി, താരസംഘടനയുടെ മുഴുവൻ രാജി അതൊരു ഒളിച്ചോട്ടമായിരുന്നു എന്നൊരു വിമർശനം ഉയർന്നിരുന്നു.
അത് WCC അംഗങ്ങൾ ഉൾപ്പെടെയാണ് ആ വിമർശനം ഉന്നയിച്ചത്. അതിനെ മോഹൻലാൽ അതിനോടുള്ള മോഹൻലാലിന്റെ മറുപടി, അങ്ങനെ പറയുന്നവർ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ, തെരഞ്ഞെടുപ്പ് നേരിടട്ടെ എന്നൊക്കെയാണ് മോഹൻലാൽ അതിന് മറുപടി പറയുന്നത്. മാത്രമല്ല WCC അമ്മ എന്നൊന്നുമില്ല, സിനിമാ മേഖലയുടെ മുഴുവൻ പ്രശ്നമാണ്, സിനിമാ മേഖല ആകെ തകർത്ത് തരിപ്പണമായിരിക്കുകയാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത്. ഈ മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോൾ ഈ പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പോകുമ്പോൾ വലിയ നിലയിൽ പ്രശംസ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നത്. അത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കിയതോടുകൂടി ഒരു വലിയ വ്യവസായം തകരുകയാണ്. സാധാരണഗതിയിൽ ഈ സിദ്ദീഖും അതല്ലെങ്കിൽ അമ്മ ഭാരവാഹികളും ഒക്കെ എപ്പോഴും പറയുന്ന മറ്റൊരു മറുപടി, ഇത് അമ്മ താരങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ മറുപടി അത് അതേപടി ഇത്തവണ വീണ്ടും മോഹൻലാൽ ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മോഹൻലാൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി മോഹൻലാൽ പറഞ്ഞില്ല. അതിനൊരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോഴും പറയുന്നത് പരാതിയുള്ളവർ പറഞ്ഞാൽ ഉറപ്പായും പരാതിക്കാർക്കൊപ്പം നിൽക്കും, പക്ഷേ ഈ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ 2 മാസത്തിനുള്ളിൽ എല്ലാം പുറത്തു വരുമല്ലോ, എല്ലാ റിപ്പോർട്ടും പുറത്തു വരുമല്ലോ എന്നുള്ളതായിരുന്നു മോഹൻലാലിന്റെ മറുപടി. മാത്രമല്ല സമൂഹ മധ്യത്തിൽ ഉൾപ്പെടെ ഈ അമ്മ സംഘടനയും ഒപ്പം തന്നെ സിനിമാ മേഖലയിലും വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു വിഷയം എല്ലാവർക്കും അറിവുള്ളതാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ എവിടെയാണ് സമൂഹത്തിന് ബോധ്യപ്പെട്ടത്, അത് നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ബോധ്യപ്പെടൽ മാത്രമാണ് എന്നുള്ളൊരു മറുപടിയായിരുന്നു മോഹൻലാൽ നടത്തിയത്. മാത്രമല്ല പിന്നീട് ഈ ഹേമ കമ്മിറ്റി ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയാണ്. ഹേമ കമ്മിറ്റിയിൽ നേരത്തെ തന്നെ താൻ 2 തവണ പോവുകയും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ് എന്ന് പറയുന്നു. ഒപ്പം പവർ ഗ്രൂപ്പ് എന്നൊരു സാധനത്തെക്കുറിച്ച് താൻ കേട്ടിട്ട് പോലുമില്ല, താൻ എന്തായാലും പവർ ഗ്രൂപ്പിലെ അംഗമല്ല എന്നൊരു ന്യായീകരണം മോഹൻലാൽ നടത്തുന്നുണ്ട്. അങ്ങനെ മോഹൻലാൽ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ ഒരു 10-20 മിനിറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞതൊക്കെയും ന്യായീകരണങ്ങളായിരുന്നു. അതിൽ അങ്ങേയറ്റം നിസ്സഹായത, സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖല നേരിടുന്ന നിസ്സഹായതകളെക്കുറിച്ച് കൂടി തുറന്നു പറയുകയായിരുന്നു. തനിക്ക് മാധ്യമങ്ങളെ നേരിടാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ അറിയില്ല, തന്നെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ ശേഷം ഈ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴൊക്കെ താൻ അതിനൊക്കെ നേരത്തെ മറുപടി പറഞ്ഞതല്ലേ, തന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെയായിരുന്നു മോഹൻലാലിന്റെ ന്യായീകരണം. മാത്രമല്ല ഇതിൽ ഈ ഒളിച്ചോടി എന്നുള്ളൊരു ആരോപണത്തിനെ ആദ്യം തന്നെ മോഹൻലാൽ പറഞ്ഞത് താൻ എങ്ങും ഒളിച്ചോടിയിട്ടില്ല, തനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു, അതൊന്ന് ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട തിരക്കായിരുന്നു. മറ്റൊന്ന് താൻ തന്നെ സംവിധാനം ചെയ്ത സിനിമ ബാറോസ്, ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ തിരക്ക് കാരണം താൻ കേരളത്തിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങും വരാഞ്ഞത്. താൻ അമ്മയുടെ കഴിഞ്ഞ 2 തവണയായി പ്രസിഡന്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വൈമുഖ്യമുള്ള ആളാണ് താൻ, പക്ഷേ നിർബന്ധിച്ചപ്പോൾ ഏറ്റെടുത്തതാണ് എന്നുകൂടി പറയുന്നു. മാത്രമല്ല സിനിമയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളും, സിനിമയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളും വന്നു. അതിലെല്ലാത്തിനും എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന നടപടി ശരിയല്ല, തെറ്റുകൾ ഉണ്ടാവാം, പക്ഷേ എല്ലാവരും തുറന്ന് സംസാരിക്കുന്ന വേദി ഉണ്ടാവണം എന്നതും മോഹൻലാൽ പറയുകയും ചെയ്തു. മാത്രമല്ല ഏറ്റവും അധികം ശരങ്ങൾ വന്നത് തനിക്കും തന്നോടൊപ്പം നിൽക്കുന്നവർക്കും നേരെയാണ് എന്നൊരു ഇരവാദം കൂടി മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മേഖലകളിലെല്ലാം എല്ലാ മേഖലയിലും കമ്മിറ്റി വരണമെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞ മറ്റൊരു കാര്യം. വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു ഇൻഡസ്ട്രിയാണ് ഈ സിനിമാ മേഖല, മലയാള സിനിമാ മേഖല. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. എല്ലാ മേഖലകളിലും പ്രശ്നമുണ്ട്, എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ വരികയും അത് അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നും പറയുന്നു. മാത്രമല്ല മോഹൻലാൽ പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് താൻ അഭിനയം തുടങ്ങിയ 40 വർഷങ്ങൾക്ക് മുമ്പ് അഭിനയം തുടങ്ങിയത് ഇതേ തിരുവനന്തപുരത്ത് നിന്നാണ്. ആ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇത്രയും മോശപ്പെട്ടൊരു കാര്യങ്ങളിൽ മറുപടി പറയേണ്ടി വരുന്നതിൽ അങ്ങേയറ്റം സങ്കടമുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് നിയമം രൂപീകരിക്കേണ്ടതും മാറ്റേണ്ടതുമൊന്നും തങ്ങളല്ലല്ലോ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. അതിനപ്പുറം അതിന് പോലീസും സർക്കാരുമുണ്ട്, അവർ ഏതെങ്കിലും തരത്തിൽ നിയമം മാറ്റണമോ ഭേദഗതി ചെയ്യണമോ എന്നുണ്ടെങ്കിൽ അവർ ചെയ്യും. തനിക്കൊരു നടപടിയും എടുക്കാനില്ല, തങ്ങൾക്കൊരു നടപടിയും എടുക്കാനില്ല. 2 മാസത്തിനുള്ളിൽ അമ്മയുടെ പുനഃസംഘടന വരും, അമ്മയിൽ പുതിയ ഭാരവാഹികൾ ഉണ്ടാകും എന്ന് മാത്രമാണ് പറയുന്നത്. ഇത്രയധികം വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് സിനിമാ മേഖലയിൽ താൻ കൂടി തൊഴിലെടുക്കുന്ന, താൻ പ്രസിഡന്റായിരുന്നൊരു മേഖലയിൽ വരുമ്പോഴും ആ നിലയിലുള്ളൊരു മറുപടി അല്ല മോഹൻലാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിർഭാഗ്യകരമായ മറുപടികളായിരുന്നു പലതും മോഹൻലാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരു ന്യായീകരണത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. വേണു. സലിം മലിക്, പക്ഷേ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ മാത്രമല്ല മോഹൻലാലിൻ്റെ ഈ സമീപന രീതി എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഹേമ കമ്മിറ്റി വിളിച്ചു, 2 തവണ അവിടെ പോയി എന്ന് മോഹൻലാൽ പറയുന്നു. മോഹൻലാൽ പറഞ്ഞത് പൊതുവിൽ സിനിമയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ തന്നോട് ചോദിച്ചു, പക്ഷേ അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല, തൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുക, എൻ്റെ സിനിമയിൽ കുഴപ്പമില്ല എന്നൊരു വാദവുമായി ആദ്യം മുതൽ നിൽക്കുക. ഇപ്പോൾ ഇത്രയും ആരോപണങ്ങളും ഇത്രയും ആക്ഷേപങ്ങളും ഉയരുന്ന ഘട്ടത്തിലും ഇതൊന്നും അറിയില്ല എന്ന അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണോ മോഹൻലാൽ?
ഉറപ്പായും വേണു. അതായത് മോഹൻലാലിന്റെ ഏറ്റവും അവസാന ചോദ്യങ്ങൾക്കുള്ള മറുപടി തന്നെ അങ്ങനെയാണ്. അതായത് മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ ഒരു താരം, അമ്മ സംഘടനയുടെ തുടർച്ചയായ 2 തവണത്തെ പ്രസിഡന്റ്, മോഹൻലാൽ പറയുകയാണ് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊരു ഹേമ കമ്മിറ്റി കണ്ടെത്തലിനെ പോലും തനിക്ക് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല, താൻ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിലും അംഗമല്ല എന്നുള്ളതായിരുന്നു അതിലെ ഒരു മറുപടി. മാത്രമല്ല തന്റെ സിനിമകളിൽ ഇത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഹേമ കമ്മിറ്റി വിളിച്ചപ്പോഴും താൻ അതാണ് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുറേ ഇരവാദങ്ങളാണ് മോഹൻലാൽ മുഴക്കുന്നത്. നിങ്ങളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, ഞങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്ന ആളുകളല്ലേ, നിങ്ങൾക്കെല്ലാം സ്നേഹമുള്ള ഒരുപാട് പേർ നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ലേ എന്ന് തുടങ്ങി കുറേ ഇരവാദങ്ങളാണ് മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ പോക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തനിക്കറിയില്ല. അതിൽ വളരെ സങ്കടമുണ്ട്. മലയാള സിനിമയുടെ നല്ല കാലമായിരുന്നു ഈ വർഷം, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മോഹൻലാൽ ആ നിലയിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. വേണു. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മോഹൻലാൽ അല്പം നിമിഷങ്ങൾക്ക് മുൻപാണ് മാധ്യമങ്ങളോട് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് മാത്രം തൃപ്തികരമായ വിശദീകരണവും മറുപടിയും നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലേക്ക് തന്നെ വരാം, ഇടവേളയ്ക്ക് ശേഷം.